വേനൽ കടുക്കുകയും പുഴകളിൽ ജലവിധാനം താഴുകയും കിണറുകൾ വറ്റിവരളുകയും ചെയ്തതോടെ ചാലിയാർ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിരിക്കുകയാണ്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന ചാലിയാർ പഞ്ചായത്തിൽ 39 ആദിവാസി നഗറുകളാണ് ഉള്ളത്. ഇതിൽ ഭൂരിഭാഗം നഗറുകളിലും കുടിവെള്ളമില്ല. ജൽജീവൻ പദ്ധതിയുടെ പൈപ്പാണ് നിലമ്പൂർ നായാടംപൊയിൽ മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇടിവണ്ണ മുസ്ലിം പള്ളിക്ക് സമീപമായി മുറിച്ചുമാറ്റിയിട്ടുള്ളത്. ഇടിവണ്ണ മൂലേപ്പാടം ഭാഗത്തേക്കുള്ള റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുറിച്ചുമാറ്റിയിരുന്നു. ബദൽ സംവിധാനം കണ്ടെത്താതെയാണ് ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് മുറിച്ചുമാറ്റാൻ അധികൃതർ മൌനാനുവാദം നൽകിയത്. കണ്ണംകുണ്ട് ആദിവാസി നഗറിൽ 34 കുടുംബങ്ങൾ വെള്ളത്തിനായി നെട്ടോട്ടത്തിലാണ്. വട്ടിക്കുന്ന്, കളക്കുന്ന് ഭാഗങ്ങളിൽ ഉൾപ്പെടെ ജലക്ഷാമം രൂക്ഷമായിട്ടുണ്ട്. മറ്റു പഞ്ചായത്തുകൾ ജലക്ഷാമമുള്ള ഭാഗങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുമ്പോൾ ചാലിയാർ ഭരണസമിതി ഇക്കാര്യത്തിലും അലംഭാവം തുടരുകയാണ്. എത്രയും പെട്ടെന്ന് മുറിച്ചുമാറ്റിയ പൈപ്പുകൾ പുനഃസ്ഥാപിച്ച് കുടിവെള്ളം എത്തിക്കണമെന്ന മുൻ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഉസ്മാൻ ആവശ്യപ്പെട്ടു. വേനൽ ചൂടിൽ ഒരിറ്റു വെള്ളത്തിനായി ആദിവാസി കുടുംബങ്ങൾ ഉൾപ്പെടെ നെട്ടോട്ടം ഓടുമ്പോഴാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് കുടിവെള്ളത്തിനായുള്ള ജൽജീവൻ പദ്ധതിയുടെ പൈപ്പുകൾ മുറിച്ചുമാറ്റി റോഡ് നിർമ്മാണം ഊർജിതമാക്കിയിരിക്കുന്നത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VC ജോർജ് പറഞ്ഞു. അടിയന്തരമായി പൈപ്പുകൾ പുനഃസ്ഥാപിച്ച് കുടിവെള്ള വിതരണം ആരംഭിക്കണമെന്നും VC ജോർജ് കൂട്ടിച്ചേർത്തു. ചൊവ്വാഴ്ച പൈപ്പുകൾ പുനഃസ്ഥാപിക്കാമെന്നാണ് റോഡ് പ്രവൃത്തിക്ക് നേതൃത്വം നൽകുന്നവർ പറയുന്നത്. വലിയ തോടിന് കുറുകെയുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് നടക്കുന്നത്. കുടിവെള്ളം എന്നത് ജനങ്ങളുടെ അവകാശമാണ്. ഇത് നിഷേധിക്കുന്ന നിലപാടാണ് ഇപ്പോൾ അധികൃതർ സ്വീകരിക്കുന്നത്. റോഡ് നിർമ്മാണം നടക്കട്ടെ, കുടിവെള്ളം പിന്നെയാകാമെന്നാണ് അധികൃതരുടെ നിലപാട്. നമ്മള് മൊത്തത്തിൽ കേരളത്തിലൊട്ടാകെ അതിരൂക്ഷമായ ഈ ചൂടിൻ്റെ ഭാഗമായിട്ട്, വേനൽ ചൂടിൻ്റെ ഭാഗമായിക്കൊണ്ട് വെള്ളപ്രശ്നം നിലനിൽക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കണ്ണംകുണ്ട് കോളനിയിലേക്ക് വെള്ളം നിലച്ചത്. ഇവിടെ ഈ പാലത്തിൻ്റെ പണി നടക്കുന്നത് കൊണ്ടാണ്. ഇവരെന്താ വെച്ചാൽ ഈ പാലത്തിൻ്റെ പണി നടക്കുമ്പോൾ വെള്ളം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അടിയന്തരമായിട്ട് ആ കട്ട് ചെയ്ത ഭാഗത്ത് നിന്നിട്ട് വെള്ളം ഈ പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാവും. അപ്പോൾ അടിയന്തരമായിട്ട് ആ വെള്ളം കട്ട് ചെയ്തത് അത് വീണ്ടും അവിടെ അറേഞ്ച് ചെയ്തുകൊണ്ട് വെള്ളം അടിയന്തരമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലില്ല കുടിവെള്ള പ്രശ്നം. നമ്മളെ ചാലിയാർ പഞ്ചായത്തിൽ പല ഭാഗത്തും കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ ഭരണസമിതി കൂടിയിട്ട് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതതിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ ഇത് അടിയന്തരമായിട്ട് ഇടവിട്ടും കൊണ്ട് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടാണ്. ഇവിടെ കട്ട് ചെയ്ത ഭാഗം അറേഞ്ച് ചെയ്ത് കൊടുക്കണം അടിയന്തരമായിട്ട്. അതാണ് അതിൻ്റെ ശാശ്വതമായ പരിഹാരം. കൊടും ചൂടിൽ കിടന്ന് കേരളത്തെ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോഴാണ് ഇവിടുത്തെ പാലത്തിൻ്റെ പേര് പറഞ്ഞ് വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന പൈപ്പ് മുറിച്ചിട്ട് മാസങ്ങളായി. ഇന്ന് വരെ ചാലിയാർ പഞ്ചായത്തിൽ അങ്ങോട്ട് വെള്ളം എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. മുറിച്ചവരല്ലെങ്കിൽ ലോറിയിൽ കൊണ്ടുവന്ന് വെള്ളം എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കട്ടെ. ഇത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഈ കാലയളവിൽ ഈ പണി ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് എത്രയും വേഗം പഞ്ചായത്തിന് വേണ്ട നടപടികൾ സ്വീകരിച്ച്, കർശന നടപടി സ്വീകരിച്ച് എത്രയും വേഗം വാട്ടർ സപ്ലൈ തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കോളനികളിൽ ഒന്നിനും വെള്ളമില്ല. ഈ വെള്ളം ഇങ്ങോട്ട് പോകുന്ന വെള്ളമാണ്, അകമ്പാടം ഭാഗത്തേക്ക് പോകേണ്ട വെള്ളമാണ്. ഒരു സ്ഥലത്തേക്ക് അത് പോകുന്നില്ല. ഇപ്പം മുറിച്ച് കളഞ്ഞിരിക്കുകയാണ് പൈപ്പ്. അത് ആർക്കും ഇത് നോക്കിയാൽ കാണാവുന്ന കാര്യമല്ലേ. പാലത്തിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ റോഡ് പണിയുടെ പേര് പറഞ്ഞ് ഇത്രയും കൊള്ള ചെയ്യാവോ? ഇത്രയും ജനങ്ങളെ ക്രൂശിക്കാവോ? ജനങ്ങൾ കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ? ഇന്നത്തെ അവസ്ഥ ഇതല്ലേ. 10 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു കാലം. വെള്ളം കുടിക്കാനില്ല. എല്ലാവരുടെയും കിണറ്റിലെ വെള്ളം പറ്റിപ്പോയിരിക്കുന്നു. എന്നിട്ടും ഇത് ഇങ്ങനെയുള്ള പണി ചെയ്യുമ്പോൾ അതിന് കൂട്ടുനിൽക്കാൻ യാതൊരു കാരണവശാലും കൂട്ടുനിൽക്കാൻ പറ്റില്ല. ഈ ചാനൽ ചാലിയാർ. Yes.